രേഷ്മ, നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. വമ്പിച്ച ഭൂരിപക്ഷത്തോടെയാണ് കോൺഗ്രസ് ഇപ്പോൾ അധികാരം പിടിച്ചിരുത്തിക്കുന്നത്. അപ്പം ഇലക്ഷന് മുമ്പും ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പം അണികൾക്കിടയിലാണെങ്കിലും പാർട്ടി നേതാക്കൾക്കിടയിലാണെങ്കിലും ഒക്കെ നടക്കുന്ന ഒരു ചർച്ചയാണ് ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളത്. അതിനകത്തിപ്പം പ്രധാനമായിട്ട് ഉയർന്നു വരുന്ന പേരുകൾ എന്ന് പറഞ്ഞാൽ വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല. അപ്പോൾ ആരായിരിക്കണം കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി? നമുക്കത് പറയാൻ സാധിക്കില്ല. എങ്കിലും ഒരു ഏറ്റവും കൂടുതൽ ഒരു പരിചയസമ്പന്ന എന്ന നിലയിൽ നമുക്ക് ആദ്യമേ രമേശ് ചെന്നിത്തല എടുക്കാം. അതിനു മുമ്പേ തന്നെ ഇതിന് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ച, അല്ലെങ്കിൽ ഈ ഒരു കപ്പലിന്റെ കപ്പിത്താൻ എന്നൊക്കെ വേണമെങ്കിൽ, അതായത് ഒരു ഭാഗത്ത് തഴഞ്ഞ് അല്ലെങ്കിൽ ഒരു ഉറങ്ങിക്കടന്ന ഈ UDF മൊത്തത്തിൽ കേരളത്തിൽ വലിയൊരു വിജയത്തിലേക്ക് നയിച്ച കെ സി വേണുഗോപാലിനെ എടുത്തു പറയാം. വി ഡി സതീശനെ തള്ളിക്കളയാനാകില്ല, എങ്കിലും വി ഡി സതീശനെ ഉൾപ്പെടുത്താം. പക്ഷേ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഹൈക്കമാൻഡ് ആണ് എടുക്കുന്നത്. ആ ഒരു തീരുമാനം എടുക്കുന്നത് ഹൈക്കമാൻഡ് ആണ് എന്നതുകൊണ്ട് തന്നെ അത് ആരായിരിക്കും എന്ന് ആർക്കും അങ്ങനെ പെട്ടെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇവരെ അനുകൂലിക്കുന്ന ഒരുപാട് അണികൾ ഇപ്പോൾ ഈ ഇന്ന ആള് മുഖ്യമന്ത്രി ആകണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കെ സി വേണുഗോപാലിനാണ് കുറച്ചുകൂടി മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം AICC ജനറൽ സെക്രട്ടറിയാണ്. കേന്ദ്രത്തിൽ നല്ല അദ്ദേഹത്തിന് പിടിപാടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എലക്ഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു വേളയിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം തെരഞ്ഞെടുത്ത MLA-മാരും അതോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്ത പദ്ധതികളും അല്ലെങ്കിൽ പ്ലാനിങ്ങുകളും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു വിജയത്തിലേക്ക് നയിച്ചു എന്നതാണ്. അപ്പം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഓരോ പ്ലാനിങ്ങുകളിലും ഈ പറയുന്ന UDF നിന്നതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ഒരു വിജയ സാധ്യത കൊയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ഇപ്പം ഹൈക്കമാൻഡ് ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്തെ പറഞ്ഞതാണ് MP-മാരും മത്സരിക്കേണ്ട എന്നുള്ളത്. അതുകൊണ്ടിട്ട് തന്നെയാണ് കെ സുധാകരൻ മത്സരിക്കാണ്ടിരുന്നത്. കെ സുധാകരന് മത്സരിക്കണമെന്നൊരു നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം ഹൈക്കമാൻഡ് പറഞ്ഞത് കൊണ്ടിട്ടാണ് കെ സുധാകരൻ മത്സരിക്കാതിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പം എല്ലാവരും കെ സി വേണുഗോപാൽ എന്ന് പറയുമ്പോൾ അതെങ്ങനെയായിരിക്കും പാർട്ടിക്കുള്ളിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുക, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അതൊരു പ്രശ്നമാകാൻ ചാൻസ് ഇല്ലേ? അല്ല, കെ സി വേണുഗോപാൽ ഒരു MP എന്നതിലുപരി ഇതിന്റെ ഏറ്റവും ഒരു നെടുന്തൂണാണ്. ഇപ്പം കെ സുധാകരന്റെ അടുക്ക് MP സ്ഥാനത്തിൽ മത്സരിക്കണ്ട എന്ന് പറയുന്നതിൽ അവർക്കൊരു വ്യക്തമായിട്ടുള്ളൊരു കാര്യമുണ്ട്. കാരണം അദ്ദേഹത്തെ അവിടെ മത്സരിപ്പിച്ചാൽ അടുത്തത് എന്തായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ എങ്ങനെയായിരിക്കും ജനങ്ങൾ നോക്കിക്കാണുന്നത് എന്നതൊക്കെ ഇവർക്ക് വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ട്. മാത്രമല്ല, MP-മാര് ഇതിലേക്ക് മത്സരിക്കണ്ട എന്ന് പറയുന്നത് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനമാണ്. അപ്പൊ ഹൈക്കമാൻഡിന്റെ തീരുമാനത്തോട് ഇവർക്ക് അല്ലാതെ വേറെ വഴിയില്ല. ഇപ്പോ കെ സി വേണുഗോപാലിനെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നല്ലൊരു സീനിയോറിറ്റി ഉണ്ട്. കേന്ദ്രവുമായിട്ട് നല്ലൊരു ഇടപഴകുന്ന ഒരു വ്യക്തിയാണ് കെ സി വേണുഗോപാൽ. കെ സി വേണുഗോപാൽ ഉള്ളത് കൊണ്ട് തന്നെ പല രീതിയിലുള്ള പ്രചാരണ വേളയൊക്കെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ സാധിച്ചു. നമുക്കറിയാം, കൊല്ലത്ത് നടന്ന ഞാനും വിഷ്ണുവൊക്കെ പോയതാണ്. ഗാന്ധി ഗുരു ബന്ധത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. രാഹുൽ ഗാന്ധി അവിടെ കൊണ്ടുവന്നതിന്റെ പിന്നിൽ കെ സി വേണുഗോപാലാണ്. അതായത് വലിയ രീതിയിലുള്ളൊരു പ്രചാരണം, അതോടൊപ്പം തന്നെ ജനങ്ങളെ ഒരുമിച്ച് നിർത്തുകയും ഈ അടി പിടി എന്നുള്ള സംഭവങ്ങളൊക്കെ കോൺഗ്രസിനുള്ളിൽ പണ്ട് തൊട്ടേ കേൾക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തി MLA-മാരുടെ ഈ പടലപ്പിണക്കങ്ങളും ഈ ചെറിയ ചെറിയ വടംവലികളും ഒക്കെ മാറ്റി നിർത്തി നല്ലൊരു നയത്തിൽ പറഞ്ഞ് അവരെയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ ഈ പറയുന്ന കെ സിക്ക് കഴിഞ്ഞു എന്നതാണ്. മാത്രമല്ല, കെ സിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ള ഒരു നിലപാടെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കെ സി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വളരെ കാലങ്ങൾക്ക് മുമ്പേ വളരെ വ്യക്തമായിട്ട് തന്നെ ഇനി ഇങ്ങനെ പൊയ്ക്കൂടാ, ഇനി ഇങ്ങനെ, അതായത് ജനങ്ങൾക്ക് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അപ്പൊ ജനങ്ങൾ തിരിച്ചറിയട്ടെ എന്താണ് നല്ലത്, അല്ലെങ്കിൽ ആ ജനങ്ങളെ എങ്ങനെ, അവരുടെ പൾസറിഞ്ഞ് എങ്ങനെ അവർക്കൊപ്പം നിൽക്കണം എന്നുള്ള ഒരു രീതിയിലേക്ക് ആ ഒരു പ്രചാരണ വേളയും ഈ പറയുന്ന വിജയമെല്ലാം കൊണ്ടുവന്നത് കെ സി വേണുഗോപാലാണ്. അതുകൊണ്ട് കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ ഈ ഹൈക്കമാൻഡ് ഇപ്പോൾ MP-യിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആക്കുന്നതിൽ അങ്ങനെ വലിയ തെറ്റൊന്നും കാണുന്നില്ല. അപ്പോൾ രേഷ്മ, വി ഡി സതീശനെ രമേശ് ചെന്നിത്തലയൊക്കെ അനുകൂലിച്ച് നമ്മുടെ കേരളത്തിൽ പലയിടങ്ങളിലായിട്ട് ഫ്ലെക്സുകൾ കാണുന്നുണ്ട്. ഇന്ന് തന്നെ ഇപ്പോൾ ആലപ്പുഴയിൽ ഒരു ഫ്ലെക്സ് വന്നിരിക്കുന്നത് ആലപ്പുഴയിലെ ജനങ്ങളെ ഒരു ബൈ ഇലക്ഷനിലേക്ക് നയിക്കരുതെന്നും പറഞ്ഞ് കെ സിക്കെതിരെ ഒരു ഫ്ലെക്സ് ഇന്ന് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അതായത് ഈ കെ സി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ഒരു പാർട്ടിനെ മുഴുവനായിട്ട് ഒരു കപ്പിത്താൻ പോലെ കൊണ്ടുപോയ ഒരാളാണെങ്കിൽ, വി ഡി സതീശൻ എന്ന് പറയുന്നത് ആൾക്കാരുടെ പോയി സംസാരിച്ചു, അവരുടെ ഇടവഴിയും കുറച്ചുകൂടി അവർ
അവരുമായിട്ട് സമയം ചെലവഴിച്ച ഒരു നേതാവാണ്. അതുകൊണ്ടൊരു ജനപിന്തുണ അദ്ദേഹത്തിനുണ്ട്. രമേശ് ചെന്നിത്തല എടുക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ജനപിന്തുണയില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന് സീനിയോറിറ്റി ആണുള്ളത്, അതായത് ഭരണപരിചയം. 3 ആളുകൾക്കും മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ എങ്കിലും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ KC-ക്ക് ആയിരിക്കും എപ്പോഴും ഒരു സാധ്യത എന്ന് പറയുന്നത്. ഇനി KC അല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു സാധ്യത ഈ രാഷ്ട്രീയപരമായിട്ട് ഈ നല്ല രീതിയിൽ തന്നെ ഭരണപരിചയമുള്ള ഒരാൾ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ അത് രമേശ് ചെന്നിത്തലയ്ക്കാണ്. പക്ഷെ ഇവിടെ ജനങ്ങൾ തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആരെ ആവണം എന്നുള്ളൊരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അത് VD സതീശനാണ്. അപ്പം ഇങ്ങനെ 3 പേരും ഓരോരോ അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങളിൽ ഹൈക്കമാൻഡ് ശ്രദ്ധിക്കുമ്പോൾ ഈ ഒരു 3 ഘട്ടങ്ങളിലായിട്ട് നിൽക്കുകയാണ്. കാരണം ഹൈക്കമാൻഡ് എല്ലാം ശ്രദ്ധിച്ച് ആരാകണം എന്നുള്ളതാണല്ലോ നോക്കുന്നത്. ഇപ്പം ജനപിന്തുണ ഉണ്ടെങ്കിലും VD സതീശനെ എടുക്കുകയാണെങ്കിൽ ഒരു പരിചയസമ്പന്നം എന്ന് പറയുന്ന കാര്യമില്ല. 25 വർഷമായിട്ട് പറവൂർ നിയമസഭാ MLA എന്നല്ലാതെ അദ്ദേഹത്തിന് എറണാകുളത്തെ പറവൂർ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിലല്ലാതെ അദ്ദേഹത്തിന് വേറെ ഈ എക്സ്പീരിയൻസ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഇനി ബാക്കി 2 പേരെ നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. ഇതിനു മുമ്പ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിട്ട് ഇതുപോലെ തന്നെ നിന്നിട്ടുണ്ട്, പരിചയസമ്പന്നമാണ്. അതുപോലെ തന്നെ KC വേണുഗോപാൽ ഇന്ന് കേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ ഒരുപാട് ഈ UDF-നെ ഹെൽപ്പ് ചെയ്യുന്നതിലായാലും ഒരു കപ്പിത്താൻ എന്നതുപോലെ തന്നെ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ 2 കാര്യം, ഒന്ന് KC വേണുഗോപാലിന്റെ ഈ ഒരു നിയന്ത്രണത്തിലുള്ള നല്ലൊരു മാസ്റ്റർ പ്ലാൻ ആണ് ഇപ്പോൾ UDF-നെ ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ചത്. മാത്രമല്ല ഈ ഭരണവിരുദ്ധ വികാരവും ഉണ്ട്. പക്ഷേ എങ്കിലും KC-യുടെ സംഭവം അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തലയിലേക്ക് വരികയാണെങ്കിൽ വളരെ പരിചയസമ്പന്നമായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. അതുകൊണ്ട് 3 പേരും തള്ളിക്കളയാൻ പറ്റില്ല. എങ്കിലും ഏറെ സാധ്യത കൂടുതൽ KC ആയിരിക്കും. പക്ഷെ KC ബുദ്ധിപൂർവമാണ് ഇത് നീക്കം ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ആലപ്പുഴയുടെ MP ആണ്, അദ്ദേഹം അത് അങ്ങനെ തന്നെ നിർത്തി മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്തേക്ക് ഒരുപക്ഷെ KC രമേശ് ചെന്നിത്തല ആക്കാനാണ് സാധ്യത കൂടുതൽ. ഇപ്പം KC വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തി കേന്ദ്രത്തിലെ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവാണ്. അതുപോലെ തന്നെ ഗാന്ധി കുടുംബമായിട്ട് അത്രമേൽ അടുത്ത ബന്ധമുള്ള ഒരു നേതാവ് കൂടിയാണ്. അപ്പൊ കേന്ദ്രത്തിൽ പ്രധാന എതിരാളി എന്ന് പറയുന്ന BJP ആണ്. BJP ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രത്തിൽ കോൺഗ്രസ്. അപ്പൊ കേന്ദ്രത്തിലെ ആ പൊളിറ്റിക്സിൽ നിന്ന് KC വേണുഗോപാൽ കേരളത്തിലേക്ക് വരുമ്പോൾ അത് അവിടെ ഒരു കോൺഗ്രസിന് ഒരു പടി താഴത്തേക്കാക്കൂലേ? ഇല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എല്ലാം വളരെ വ്യക്തമായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം അദ്ദേഹം അവിടെ നിന്ന് മാറി നിന്നതുകൊണ്ട് അവിടെ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ VD സതീശന് ജനപിന്തുണയാണ് എന്നെങ്കിൽ KC-ക്ക് മറ്റൊരു പിന്തുണയാണ്. അത് അത്ര ശക്തമായിട്ടുള്ള പിന്തുണയാണ്. അത് വേറെ ആരുടെ അല്ല, MLA-മാരുടെ. അപ്പൊ MLA-മാരെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്കൊപ്പവും നിൽക്കാൻ ഈ KC-ക്ക് നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് കേന്ദ്രത്തിൽ. ഇപ്പം എന്തെങ്കിലും ഒരു പരിപാടി നടത്തി കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി എങ്ങനെയാണ് വരുന്നത്? KC-യുടെ ആ ഒരു ഇടപെടൽ കൊണ്ടാണ് രാഹുൽ ഗാന്ധി പലപ്പോഴും ഇവിടെ പ്രചാരണ വേളയിലായാലും ഓരോ ഈ പറയുന്ന UDF-ന്റെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്കൊക്കെ ആയിട്ട് ഇവിടെ വരുന്നത്. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത്രയും ഒരു ബന്ധം പുലർത്താൻ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് രാഷ്ട്രീയം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ അവർക്കൊപ്പം നിൽക്കാനും ഈ KC-ക്ക് പലതവണയും കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ രാഹുൽ ഗാന്ധി ഇടയ്ക്ക് കേരളത്തിൽ എത്തുമ്പോൾ KC-യുടെ ചില ഇടപെടലുകൾ കൊണ്ടാണ് എത്തുന്നത് എന്നൊക്കെ മാധ്യമങ്ങളൊക്കെ പറയുന്നത്. അപ്പം അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന കുറച്ച് MP-മാരും അല്ലെങ്കിൽ MLA-മാരൊക്കെ ഉണ്ട്. അപ്പൊ അവരുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്ന രീതി അനുസരിച്ചാണ് അവിടെ പോകുന്നത് എങ്കിൽ അദ്ദേഹത്തിന് അവിടെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നെന്നും പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. എന്തായാലും BJP-യെ തൂത്തെറിയുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള പരിപാടി തന്നെയാണ്. ഇപ്പൊ ഇന്ത്യ മുന്നണി അതുപോലെ തന്നെ പല പാർട്ടികളും ഈ പറയുന്ന കോൺഗ്രസിനൊപ്പം നിന്നാൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ എല്ലാവരുടെയും ഒരു പടലപ്പിണക്കങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാറ്റി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഈ കേസ് ഉദ്ദേശിച്ചിരിക്കുന്ന കണക്കത്തുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാം എന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ KC-നെ സംബന്ധിച്ചിടത്തോളം വളരെ വിശ്വസ്തനായതുകൊണ്ട് തന്നെ എല്ലാവരും അദ്ദേഹത്തിനൊപ്പം നിൽക്കും എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് കേരളത്തിലെ 5 വർഷം മുമ്പുള്ള ഒരു കോൺഗ്രസിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയാവുന്നതാണ്. അന്ന് പ്രതിപക്ഷ നേതാവായിട്ട് രമേശ് ചെന്നിത്തലയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഇലക്ഷന് കോൺഗ്രസ് ദയനീയ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. LDF സർക്കാർ രണ്ടാമതും അധികാരത്തിലായിരുന്നു.
അതിനുശേഷമാണ് VD സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവ് പ്രതിപക്ഷ നേതാവായിട്ട് വന്നത്. അവിടുന്ന് കോൺഗ്രസിനെ നയിച്ച് ഇപ്പൊ ഇത്രയും വലിയൊരു വിജയത്തിൽ എത്തിച്ചതിൽ VD സതീശന് പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അങ്ങനെ ഒരു പങ്ക് വഹിച്ചൊരു നേതാവിന് മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കാനുള്ള ഒരു അവകാശമില്ലേ? അത് കൊടുക്കേണ്ടതല്ലേ കോൺഗ്രസ് ന്യായമായിട്ടും? അല്ല, ഇവിടെ വിഷ്ണു പറഞ്ഞ ഒരു കാര്യത്തിൽ രണ്ട് കാര്യമുണ്ട്. അതായത് ആദ്യമേ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ജനങ്ങൾക്ക് അങ്ങനെ ആ ഒരു നേതാവിനോടോ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ജനനായകൻ എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ വിശേഷിപ്പിച്ചത് ജനങ്ങൾ. കാരണം കോവിഡ് സമയത്തും അതുപോലെ തന്നെ ഈ പ്രളയ സമയത്തും ഒക്കെ അദ്ദേഹം കാഴ്ചവെച്ച ഭരണം മികച്ചതായിരുന്നു. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ സമയത്തായപ്പോഴത്തേക്കും ഈ VD സതീശൻ ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ ഇടപഴകുന്നു. പക്ഷെ അതിലുപരി ഈ പറയുന്ന CPM അല്ലെങ്കിൽ പിണറായി സർക്കാരിനോട് ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഉടലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വിഷ്ണു എല്ലായിടത്തും നോക്കിക്കേ, 102 സീറ്റുകളാണ് നേടിയിരിക്കുന്നത്. ഈ 102 സീറ്റുകളിൽ UDF ജയിക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാർ അല്ലെങ്കിൽ കോൺഗ്രസിനോട് നിന്ന് അല്ലെങ്കിൽ കോൺഗ്രസിന് അത്രയും ഭൂരിപക്ഷം കിട്ടിയത് അവിടുത്തെ നേതാക്കളെ അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥിയായിട്ട് നിന്നവരെ അടുത്തറിയാവുന്നിട്ടാണോ? അല്ല. കാരണം എന്ന് പറയുന്നത് ഈ ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. അപ്പൊ ഈ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അത് ഈ കോൺഗ്രസ് അല്ലെങ്കിൽ UDFിലെ VD സതീശൻ അത് നന്നായിട്ട് ഉപയോഗിച്ചു എന്നതാണ് ഇപ്പോഴത്തെ ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഭരണവിരുദ്ധ വികാരം ജനങ്ങളിൽ നന്നായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. കാരണം കടക്ക് പുറത്ത് അല്ലെങ്കിൽ ഈ അമ്മാതിരി കമന്റ് ഇവിടെ വേണ്ട എന്നുള്ള മുഖ്യമന്ത്രിയുടെ പല വാചകങ്ങളും ഒരു ധാർഷ്ട്യവും ജനങ്ങൾക്ക് അത്ര സുഖകരമായിട്ട് തോന്നിയില്ല. കാരണം ജനങ്ങൾ എപ്പോഴും മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയത് അവരോടൊപ്പം നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി, അവരോട് സ്നേഹമായിട്ട് പെരുമാറുന്ന, ചിലപ്പം പല കാര്യങ്ങളും കാണാം, പല കാരണങ്ങളും കാണാം. പക്ഷേ ജനങ്ങൾക്ക് എപ്പോഴും ആ ഒരു മനോഭാവമുള്ള മുഖ്യമന്ത്രിയെ കാണാനാണ് അവർക്ക് ഇഷ്ടം. കാരണം ആദ്യ സമയത്തൊക്കെ പിണറായി വിജയൻ ഈ കോവിഡ് സമയത്തൊക്കെ വന്ന് ജനങ്ങളോട് പറയുമ്പോഴും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രളയ സമയത്തൊക്കെ പൈസ അല്ലെങ്കിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരുപാട് പേര് അങ്ങനെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതമോ ഒന്നും ഇല്ലാതെ അദ്ദേഹത്തോടൊപ്പം കൈകോർത്ത് നിന്നതാണ് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ. പിന്നീട് അതിലുണ്ടായിട്ടുള്ള അഴിമതി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ജനങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലായി. രണ്ടാമത്തെ ഭരണം വന്നപ്പോൾ ഈ ജനനായകൻ എന്നത് മാറി. അദ്ദേഹത്തെ ജനനായകൻ എന്ന് പോലും ആരും പറയാനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയാൻ പോലും ആരും ഒരു മുതിരാത്തൊരു അവസ്ഥയിലേക്ക് പോയി. കാരണം ഈ ഇടതുപക്ഷത്ത് നിൽക്കുന്ന പലരും തന്നെ അതിൽ നിന്ന് മാറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അത് ചില പാർട്ടി പ്രവർത്തകരുടെ അണികളിലെ ചില പ്രശ്നങ്ങളായിരിക്കാം. എന്തായാലും ആ ഒരു ഭരണവിരുദ്ധം നന്നായിട്ട് തന്നെ VD സതീശൻ ഉപയോഗിച്ചു എന്നുള്ളതാണ്. കാരണം VD സതീശന്റെ പുതുയുഗ യാത്രയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ജയിക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ഇലക്ഷന്റെ ഡേറ്റ് എടുക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് മനസ്സിലായി വലിയ രീതിയിലുള്ള ഒരു വിജയ പ്രതീക്ഷ ഇവർക്ക് ഉണ്ടാകുമെന്നുള്ളത്.